ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സോറി എനിക്ക് സുഖമില്ല 2 ദിവസമായിട്ട്. ഇന്നലെയൊക്കെ സൗണ്ട് തീരെയും ഇത്ര പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് റീഡിംഗ് ഒന്നും ചെയ്യാറുണ്ട്. ആൻഡ് ഇന്നും ഇപ്പം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. സോ ക്വിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് റീഡിംഗ് എടുക്കാം. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെയാണ്. കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മേലെ ഓക്കെ വലുതായിട്ട് കൊടുക്കാം. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്ന മെസ്സേജ്. വാട്ട് ഈസ് എ മെസ്സേജ് ഫോർ യു ടുഡേ? വാവ്, ആക്ച്വലി വളരെ നല്ല കാർഡ്സാണ്. വളരെ നല്ല കാർഡ്സാണ്. ഇവിടെ നിങ്ങളോട് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഏത് കാര്യത്തിലായാലും ശരി നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട് ഒരുപാട്. അതിൽ മേ ബി നിങ്ങൾക്ക് ടയേർഡായിട്ട് തോന്നുന്നുണ്ടാവാം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാതായിട്ട് നിങ്ങൾ എത്ര ചെയ്തിട്ടും നിങ്ങൾക്കൊരു ന്യായമായത് കിട്ടുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം, ബെനിഫിറ്റ് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാത്ത പോലെ. ഇവിടെ പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഇന്നർ സ്ട്രെങ്ത് വെക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ സമയമല്ല, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കണ്ടുപിടിക്കൂ. ഓക്കെ, അതായത് നമ്മൾ ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ കൂടുതൽ ഒരു സമയമുണ്ടാവും, ഒരു ഡിവൈൻ്റെ ഒരു സമയമുണ്ടാവും. കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. സോ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ അർഹിക്കുന്നെല്ലാം നിങ്ങളിലേക്ക് വരും. ഓക്കെ, അതുവരെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ഒരു ടെസ്റ്റിംഗ് സമയമായിട്ട് എടുത്തോളൂ. ആക്ച്വലി എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു. നിങ്ങളുടെ ഒരു ടെസ്റ്റിംഗ് സമയമാണിത്. നിങ്ങൾ എത്രത്തോളം അതിൽ എഫേർട്ട് ഇടും, നിങ്ങൾക്ക് റിസൾട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം ചെയ്യുന്ന വർക്കിനോടുള്ള താല്പര്യം കൊണ്ട് നിങ്ങൾ ചെയ്യുക എപ്പോഴും. അല്ലാതെ ചെയ്യുന്ന വർക്കിനോട് താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് മാത്രം പ്രതീക്ഷയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്കില്ല, അത് ഒരു പാകപ്പഴ കാണുകയില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തോടെയാണോ താല്പര്യത്തോടെയാണോ അങ്ങനെ ചിന്തിക്കൂ. അല്ലാതെ അതിൻ്റെ റിസൾട്ട് എന്താവും എന്നാലോചിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുക. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എഫേർട്ടിനെ ഒരു ടെസ്റ്റാണെന്ന് കരുതിക്കോളൂ. ഓക്കെ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ ആ വർക്കിനോട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടൊക്കെ വന്നില്ലെങ്കിലും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കോളും, നമ്മൾ ചെയ്യും അല്ലേ. നമുക്കൊരു കാര്യം ആ താല്പര്യമാണ് വേണ്ടത്. നിങ്ങളുടെ വർക്കിന് അതായത് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലാണ് വരേണ്ടത്. പുറത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷ വെയിറ്റ് ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ, അങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായമായത് വരും. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സമയമാണ്, ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. എന്ത് കാര്യത്തിലായാലും ശരി എഫേർട്ട് ഇടേണ്ട സമയമാണ്. നിങ്ങൾ സമയം കൊടുക്കുന്നു, നിങ്ങളുടെ എനർജി കൊടുക്കുന്നു, നിങ്ങളുടെ ജോലിയിലാണെങ്കിലും ശരി, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തെല്ലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങൾ മാക്സിമം പറ്റുന്നത്ര ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, അതിൽ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എനിക്ക് മനസ്സിൽ കുറച്ച് കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഡബിൾ എനർജി ആൻഡ് 7 of Cups ഒക്കെയാണ്. നിങ്ങൾ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കാണാതെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോരെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ കയറി വരും. എന്ന് മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നാം, ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും പൈസ കിട്ടുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് അപ്രീസിയേഷൻ കിട്ടുമോ എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ മൈൻഡിനെ ഇത് ഡെവിൾ എനർജിയാണ്. ഡെവിൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു നല്ലൊരു കാര്യമല്ല. അപ്പോൾ അത് നിങ്ങളുടെ ചിന്ത പോകുന്നത് ഒരു തെറ്റായ വഴിയിലേക്കാണ്. ഓക്കെ, നിങ്ങളെ ഒരു അതങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ശരിക്കും പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി നിങ്ങളെ വേറെ ഭാഗത്തേക്കൊക്കെ വലിക്കും. ഓക്കെ, അതിന് അവസരം കൊടുക്കാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് താല്പര്യത്തോടെ ചെയ്യുന്നതാവുമ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഹാർട്ട് കൂടി അതിൽ വരും അല്ലേ. സോ അതിൻ്റെ റിസൾട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. അതിൻ്റെ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി നിങ്ങളൊന്ന് കാത്തിരിക്കുക. ഓക്കെ, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ നിർത്തരുത്. ആൻഡ് കുറച്ചുകൂടി ബെറ്റർ ആവാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്നത് എന്തിലും നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യുക ആൻഡ് നിങ്ങൾ ബെറ്റർ ആവാനും ശ്രമിക്കുക. അതാണ് വേണ്ടത് ഇവിടെ. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യരുത് എന്നാണ്. ഓക്കെ, നിങ്ങളെ വിട്ടുകളയാനൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് വരും, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ ഉള്ളിൽ പേടികൾ വരും. സോ അങ്ങനെ പലതും വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആദ്യം മാറ്റുക. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും റിസൾട്ടിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യം നമുക്ക് നന്നായിരിക്കും, അത് ശരിയാവില്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ താല്പര്യത്തോടെ ചെയ്യുന്നതും അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ച് ചെയ്യുമ്പോഴും അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ താല്പര്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ എഫേർട്ട് മാക്സിമം നിങ്ങളിടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, ചിലപ്പോൾ ഒരു ഡിവൈൻ ടൈം വരാൻ നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അനിമൽസ് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ എവിടെയും അനിമൽ ഉണ്ടായിരുന്നു അല്ലേ. എല്ലാ അനിമൽസ് ആണിതിൽ, എന്നാലും ഓക്കെ പെറ്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ്
ആൻഡ് റിക്കൺസിലിയേഷൻ കാണുന്നുണ്ട്, കറേജിയസ്. സി അഗൈൻ ഇവിടെ ടൈഗർ ലയൺ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ധൈര്യം വെച്ച് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ടയർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്ട്രെങ്ത് കൊണ്ടുവന്ന് ഇല്ല ഞാൻ ഇനിയും പരിശ്രമിക്കും എന്ന രീതിക്ക് മുന്നോട്ട് പോവാം. ഞാനിവിടെ അനിമൽസ് നിങ്ങൾക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതിലുണ്ട്. സോ എവിടെയോ നിങ്ങളോട് പറയുന്നത് പെറ്റ്സുമായിട്ടുള്ള കണക്ഷൻ കാണുന്നുണ്ട് എനിക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പെറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പെറ്റ് നിങ്ങൾക്ക് നല്ലതായിരിക്കും മേ ബി. അല്ലെങ്കിൽ ചിലപ്പോൾ അനിമൽസായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവാം, റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് അനിമൽസുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. മേ ബി ഓക്കെ, ചിലവർക്ക് നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു റെമഡി പറയാറുണ്ട്, നായിന് ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറയും. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. എന്തെങ്കിലും സമയം മോശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അനിമൽസിനെ ഒന്ന് കെയർ ചെയ്താൽ നല്ലതാണ്. പശുവിനോ നായിനോ ഒക്കെ ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും പറ്റിയാൽ ചെയ്തോളൂ. ഓക്കെ, ഒരു അനിമൽസിൻ്റെ അല്ലെങ്കിൽ അനിമൽസ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവും. സോ വരുന്നൊരു മെസ്സേജ് ഉണ്ട് എന്ന രീതിക്ക്, അതായത് സ്പിരിറ്റ് നമ്മുടെ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സൈനാണ്. ഓക്കെ, എൻ്റെ ഇവിടെ കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. സോ ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ട്, എത്രത്തോളം നിങ്ങൾക്കൊരു കാര്യത്തിൽ നിങ്ങൾ കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു ടെസ്റ്റിൻ്റെ കാര്യമായിരിക്കാം. എൻ്റെ ഇവിടെ വേറൊരു ആക്ച്വലി റീകൺസിലേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. സോ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ്റെ കാര്യം കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്കൊരു റീകൺസിലേഷൻ പോസിബിൾ ആണ്. എൻ്റെ ഇവിടെ അല്ലാത്തവർക്കും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഡെഡിക്കേഷനോടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ബെനിഫിറ്റ് എന്ന രീതിക്കും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലാണ്, കുറച്ച് പേർക്ക് നമ്മൾ കരിയറോ മണി കാര്യങ്ങളോ പറയുകയാണെങ്കിൽ അതിലും. ഓക്കെ, റീകൺസിലേഷൻ നമുക്ക് അങ്ങനെയും എടുക്കാം അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുന്നു എന്ന രീതിക്ക് എടുക്കാം. സോ യെസ്, നിങ്ങൾക്ക് ആ രീതിക്ക് ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം വരുന്നത്. സോ സ്ട്രോങ് ആയിട്ട് ഓക്കെ, സോ ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, സമയമാണ്, നിങ്ങളിപ്പോൾ പരിശ്രമിക്കേണ്ട സമയമാണ്. കീപ് ഗോയിങ്. ഓക്കെ, സോറി എൻ്റെ സൗണ്ട് തീരെ ശരിയല്ല, വളരെ ലോ ആയിരിക്കാം ചിലപ്പം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു സാരിക്കട്ടെ. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഉണ്ട്, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.